ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. കാരണം മഴയൊക്കെ ഒന്ന് മാറി, എന്നാൽ അത്യാവശ്യം മഴയും ഉണ്ട്, അത്യാവശ്യം വെയിലും ഉണ്ട്. ഈ കാലാവസ്ഥയിൽ നമുക്ക് എല്ലാ പച്ചക്കറികളും നടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വെണ്ടയ്ക്ക കൃഷി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ വളങ്ങളൊക്കെ ചെയ്യാനുള്ള വീഡിയോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വളപ്രയോഗമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓണത്തിനൊക്കെ ഒരു മുറം പച്ചക്കറി നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. വെണ്ടയ്ക്ക മാത്രമല്ല, വഴുതനങ്ങയും പയറും ഒക്കെ കൃഷി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു വളപ്രയോഗം ഒക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഇരുന്ന് നമ്മുടെ സമയം പാഴാക്കിയാലും നമുക്ക് വിളവെടുക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ വിളവെടുക്കാനായിട്ട് നമ്മൾ തന്നെ ക്ഷമയോടുകൂടി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വെണ്ടയ്ക്ക കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ വഴുതന കൃഷിയാണ്. വഴുതന കൃഷിയും നമുക്ക് നല്ലതുപോലെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിലും വഴുതനയാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ളതായ വിത്തുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് നടുവാന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ മുറത്തിൽ ഇങ്ങനെ പല കളറിൽ നമുക്ക് വിളവെടുത്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ പ്രത്യേക സന്തോഷമല്ലേ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. കൂടുതലൊന്നും നടണമെന്നില്ല. നമ്മുടെ ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം എടുത്തിട്ടോ ഒരു അത്യാവശ്യം 4-5 ഗ്രോ ബാഗിനകത്തെങ്കിലും അല്ലെങ്കിൽ മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മൂടെങ്കിലും നടാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ അത്യാവശ്യം ഉള്ള ഒന്ന് തന്നെയാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പച്ചമുളക് തീർച്ചയായിട്ടും എല്ലാവരും നട്ടിരിക്കണം. ഞാൻ എന്തിനാണ് പറയുന്നത്, എപ്പോഴും പറഞ്ഞാൽ അതൊരു ബോറടി ആയിരിക്കും. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമൊക്കെ അടിക്കുന്നത് നമ്മുടെ പച്ചമുളകിനകത്താണ്. ഇപ്പോൾ ഓണകാലമൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ അളവ് കൂടും. കാരണം ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പച്ചക്കറിക്ക് വില കൂടുന്ന ഒരു സമയമാണ് ഇനി ഓണത്തിനൊക്കെ. അപ്പം തീർച്ചയായിട്ടും പച്ചമുളക് ഇങ്ങനെയുള്ളതായ പച്ചക്കറികളെല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പയറാണ്. പയർ എന്തായാലും അത്യാവശ്യമായിട്ട് എല്ലാവരും നട്ടുപിടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു 4 ഗ്രോ ബാഗിനകത്ത് ഒരു 4 മൂട് പയറെങ്കിലും, ഒരു ഗ്രോ ബാഗിനകത്ത് 3 വിത്തെങ്കിലും നട്ടിട്ട് നമ്മൾ പയർ നടുകയെന്നുണ്ടെങ്കിൽ ഓണത്തിന് ആവശ്യമുള്ളതായ പയറും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓണവും ക്രിസ്മസും വിഷുവും ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തേക്കും വേണ്ടതായ പച്ചക്കറികൾ, മിനിമം നമുക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമ്മൾ നമ്മുടെ പറമ്പിൽ നടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വരാനുള്ളതൊന്നും വഴി തെങ്ങത്തില്ല. നമുക്ക് വരാനുള്ളതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാലും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മത്തൻ കൃഷി ചെയ്യാം. നല്ലതുപോലെ നമുക്ക് പടർത്തിയൊക്കെ നിലത്ത് തന്നെ പടർത്തി വിടാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല പന്തൽ കയറ്റി വിടാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് ഒട്ടും സൗകര്യമില്ല. ഒരു 5-6 ഗ്രോ ബാഗ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നട്ടിട്ട് മറ്റുള്ള ഗ്രോ ബാഗിലോട്ട് ഇങ്ങനെ പടർത്തി ഇങ്ങനെ വിട്ടാലും നമുക്ക് മത്തൻ വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കുമ്പളം കൃഷിയാണ്. കുമ്പളം നമ്മളിപ്പോൾ അങ്ങോട്ട് നട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. കുമ്പളം ഒരു മരത്തിലോ വല്ലതും അങ്ങോട്ട് പടർത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ പാടായി ഇഷ്ടം പോലെ കായൊക്കെ പിടിച്ച് നമുക്ക് തന്നോളും. അപ്പോൾ എന്തായാലും അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കുമ്പളം നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കുമ്പളം നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നല്ല വലിയ കുമ്പളം, ചെറിയ കുമ്പളം എന്ന 2 രീതിയിലുള്ള കുമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടാൽ നമ്മൾക്ക് ഓണത്തിന് പച്ചടി വയ്ക്കുകയോ തോരൻ വയ്ക്കുകയോ സാമ്പാറിനകത്തിടുകയോ അവിയലിനകത്തൊക്കെ ഇടാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഒരു 2 മൂട് കുമ്പളമെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാവൽ നടാം, അതേപോലെ തന്നെ പടവലം നടാം. ഇതും വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നടാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇത് പടവലവും പാവലും ഒക്കെ ഒരു 2 ചുവടെങ്കിലും നടുകയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതും ഒന്ന് പടർത്തിയൊക്കെ കൊടുക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പം അതും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കോവലിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോവൽ കമ്പുകളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നടാം. അപ്പം അതിനകത്തും ചാണകം, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നല്ല കായകളൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അടിപൊളി വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വാളരി കൃഷിയാണ്. വാളരി, അതുപോലെ തന്നെ അമര, കുറ്റിയമര, പന്തലമര, ചതുരപ്പയർ ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റിയതാണ്. നല്ലതുപോലെ വിളവെടുക്കാനായിട്ടും സാധിക്കും. പിന്നെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് തക്കാളി കൃഷി ചെയ്യാം. തക്കാളി നമുക്ക് ഈ സമയത്ത് നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തക്കാളിയൊക്കെ കൃഷി ചെയ്തിട്ടുള്ളവർ നല്ലതുപോലെ വളമൊക്കെ കൊടുത്തതിന് ശേഷം
അത് നല്ലതുപോലെ ഒന്ന് കെട്ടിയൊക്കെ നിർത്തണം. അതുപോലെ തന്നെ സാമ്പാറമരം നട്ടിട്ടുള്ളവർ അതൊക്കെ ഒന്ന് കമ്പൊക്കെ ഊന്നി കൊടുത്തിട്ട് നല്ലതുപോലെ കെട്ടിയൊക്കെ നിർത്താമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് അമരയെ വിളവെടുക്കാനും തക്കാളി വിളവെടുക്കാനും ഒക്കെ സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ പീച്ചിൽ, ചൊരയ്ക്ക, വെള്ളരിക്ക ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഇന്ന് പൊതുവേ പറഞ്ഞാൽ നമുക്ക് ഈ ഓണക്കാലത്ത് നമുക്ക് എല്ലാം നട്ടുപിടിപ്പിക്കാവുന്നൊരു സമയമാണ്. എല്ലാം ഉണ്ടെങ്കിലേ ഓണസദ്യ ആവുകയുള്ളൂ അല്ലേ. അപ്പം അത്യാവശ്യം എല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി, നമ്മുടെ ഇടവിള കൃഷികളൊക്കെ ഉണ്ടല്ലോ, അപ്പം വെട്ടിയെടുപ്പിക്കാത്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെട്ടിയെടുപ്പിക്കുക. ചേനയൊക്കെ നമുക്ക് ഓണത്തിന് വിളവെടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ, വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നട്ടാലൊന്നും ഓണത്തിനൊന്നും എടുക്കാൻ പറ്റത്തില്ല. മകരം കുംഭം മാസത്തിൽ നട്ടവർക്ക് ഓണത്തിന് നമ്മുടെ ചേനയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ ചേനയൊക്കെ ദാണ്ട് ഇവിടെ ഇപ്പം ഇലയൊക്കെ മഞ്ഞ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഓണത്തിന് പരുവായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു ചേനയാണ്. നമ്മൾ നേരത്തെ മകരം മാസത്തിലേ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നമുക്ക് ചേമ്പും വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഇങ്ങനെ നമ്മൾക്ക് ഓരോന്നും ചെയ്യാനുണ്ടെങ്കിൽ ഇഞ്ചി കൃഷി ചെയ്യാത്തവരൊക്കെ ഉണ്ടോ? ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നട്ടേക്കണം. ഓണത്തിനെന്നല്ല, നമുക്ക് പിന്നെ മുന്നോട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇഞ്ചിയുടെയൊക്കെ വിലയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം മഴയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാത്തിനെയും പച്ചക്കറിയുടെയൊക്കെ വില കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മഴക്കാലം ആയെങ്കിൽ പോലും ഞാനാണെങ്കിൽ ഒരു ഉള്ളിയും ഒക്കെ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ. അത്യാവശ്യം ഡെയിലി വേണ്ടതായ പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതലൊന്നും അല്ല, ഞാൻ കൂടുതൽ ചെയ്യുന്നതുമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്യണം. അപ്പം വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ ഓണത്തിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്രഥമനും പായസമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ പ്രീമിയം ഏലക്ക എത്തിയിട്ടുണ്ട്. പിന്നെ കുരുമുളകുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.